കുറച്ചുകൂടി മേലക്കാട്ടി കയറ്റി ചോറങ്ങനെ ഉണ്ട് പറയാനേ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തോരടണം അവിടെ നിന്ന് ഇങ്ങോട്ട് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൃഹനാഥൻ തോരടാൻ തുടങ്ങിയപ്പോഴേ വണ്ടി പോയി ക്യാമറ എടുത്ത് വന്നതാണ് കേട്ടോ. ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് കുഞ്ഞുട്ടിയിൽ വെറുതെ ഒന്ന് വന്നതാ. മേലെ വെള്ളം കെട്ടിയിട്ടുണ്ടോ, ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത് ഇവിടെ നിന്ന് തോരട്ടെന്നാണ്, ഈ അയലിങ്ങനെ ഉയർത്തി കെട്ടിയാൽ പോരല്ലോ, ഇതുമ്മ എങ്ങനെ ഇടുന്ന കഷ്ടപ്പാട് എന്നൊന്നും അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെ ഏൽപ്പിച്ചതാണ് കേട്ടോ. ഒന്നിട്ടേരാറിന് നിന്നതാ. പിന്നെ ഞാൻ ഓരോന്ന് ഇട്ടെന്ന് കൊടുത്തപ്പോൾ പാവം ഇട്ട് തന്നിട്ടുണ്ടേനി കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പറയുന്നുണ്ടേനി, ഗായ്സ് ഇന്നെ അവിടെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടേനി കേട്ടോ. പിന്നെ എഡിറ്റിങ്സൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ബ്യൂട്ടി ആക്കി. കുറച്ചുകൂടി മേലക്കാട്ടി കയറ്റി. അപ്പം ഇനി ഇങ്ങനെ ഉയർത്തി കെട്ടിയാൽ പറ്റൂല, കുറച്ചൊന്ന് താത്തി തരാന്നൊക്കെ പറഞ്ഞിട്ട് ആള് കയറൊക്കെ അയച്ച് താത്തി എനിക്ക് ഭാഗമാക്കി കെട്ടി തന്നിട്ടുണ്ടായിനി കേട്ടോ. ആള് കുറച്ചായിട്ട് തന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ഞാനാണ് ഇട്ടത്. ഇനി കെട്ടിയാനെ കൊണ്ട് ഫുള്ളും പണി എടുപ്പിച്ചു എന്നൊന്നും ആരും കമന്റ് ഇടലിട്ടാ. ജനക്കുട്ടനാ പറയണത് എന്താ വെച്ചാൽ അല്ലാ അല്ലാ എന്നാണ് കേട്ടോ. ഓനെ കൊണ്ട് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി പോന്നപ്പോൾ അല്ലാ എന്ന് പറഞ്ഞ്, അതിന് ശേഷം പിന്നെ ഓന് എപ്പോൾ എവിടെ സ്റ്റെപ്പ് കയറുകയാണെങ്കിലും അല്ലാ അല്ലാ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കയറുക. അപ്പം എൻ്റെ അലക്കൽ കഴിയണ വരെ മഴ ഒന്ന് ശമനം ഉണ്ടേനി കേട്ടോ. എൻ്റെ അലക്കലും തോരടലൊക്കെ കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും പെയ്ത് തുടങ്ങിയിരുന്നു. രാവിലെ അലക്കൽ പണികൾ കഴിഞ്ഞാണ്ടല്ലോ ഒരു പകുതി സമാധാനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കിച്ചണിക്ക് കയറിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിങ്ങും ആ ഒരു രീതിയിൽ ഇങ്ങനെ പോവുകയാണില്ലേ. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. കുക്കിംഗ് മാത്രമല്ലേ, ക്ലീനിങ് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഓൾക്ക് മോട്ടിവേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾക്കൊരു മോട്ടിവേഷൻ നമുക്ക് ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ അടുത്ത വീഡിയോ ക്ലീനിങ് വീഡിയോ ആക്കിയിരിക്കണം കേട്ടോ. അപ്പം ഈ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടേനി ബീഫ് ബിരിയാണി വെച്ച് തരുമോടി എന്ന് ചോദിച്ചിട്ടുണ്ടേനി കുഞ്ഞുട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് പറ്റൂല മനസ്സായി, ഇന്ന് എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാണ്ട് അത് ഇത് കൂടാന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം കിട്ടും നൈസായിട്ട് ഒഴിവാക്കിയതേനി കേട്ടോ. പക്ഷേ എനിക്കൊരു പാവട്ടോ, അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് വെച്ചെടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് രാവിലെ അലക്കിയതൊക്കെ ഒന്ന് തോരട്ടൊക്കെ തന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫ് ബിരിയാണി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ലിവർ മാത്രമേ ഞാനിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ബാക്കിയുള്ള ഇറച്ചിയൊന്നും ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ തന്നെ വയ്ക്കുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഞാൻ കാലിൻ്റെ അടിയിൽ വിരലിൻ്റെ അടിയിൽ കത്തിച്ചിട്ട് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിലിട്ടിട്ട് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. കുഞ്ഞുട്ടി ബീഫ് ബിരിയാണിയാണ് കേട്ടോ കുഞ്ഞുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണി. ഞാനുണ്ടല്ലോ 1-2 പ്രാവശ്യം ബീഫ് ബിരിയാണി വെച്ചിട്ട് പാളിപ്പോയതിന് ശേഷം എനിക്ക് ബീഫ് ബിരിയാണി എന്ന് പറയുന്നതിനോട് വലിയൊരു താല്പര്യക്കുറവാണ് വെക്കാൻ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ മടിച്ചും കേട്ടോ ഞാൻ ചില സമയത്ത്. പക്ഷേ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ മടിച്ചാൽ പറ്റൂല, അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി അല്ലല്ലോ, മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്തിരി കുരുമുളക് പൊടി, അത് മാണ്ടില്ല. ഇനി കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് ബീഫൊക്കെ ആകെ കറുത്താണ് വന്ന്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പഠിച്ചിട്ടാണ് കേട്ടോ കുക്കർ കൊണ്ട് കാട്ടണത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ ബേസൺക്കൊക്കെ ആക്കിയാണ് ചെയ്തിട്ട് ആ സിങ്ക് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാനെടുത്ത് കഴുകണ്ടേ എന്ന് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത സമയത്താണ് കേട്ടോ അത് ആലോചിച്ചത്. പക്ഷേ അപ്പോൾ എൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ
നമ്മുടെ കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോള ഞാൻ കുറച്ച് അധികം മസാലക്കും പിന്നെ നമുക്ക് ചോറ്റക്കും ഉള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ, വർത്താനം കുറച്ച് ഓവറാണ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിയിൽ വേറെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വർത്താനം കാണാനാണ് വീഡിയോ കാണുന്നതെന്നും ആ ഒരു വർത്താനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ വീഡിയോ ആദ്യം മുതൽ കാണാത്തോലെ കാരണം ആദ്യം മുതൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, അന്നും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താ വെച്ചാൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഞാൻ കാര്യം പറയുമ്പോൾ ആരും വീഡിയോ അധികം ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു രീതിയിൽ പറയുമ്പോഴാണ് ഓർക്കും നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടം. പിന്നെ ഞാനും പൊതുവേ ഇങ്ങനെ ഒരു രസികത്തി എന്ന് പറയാൻ പറ്റൂല, പക്ഷെ എന്നാലും ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് എന്താ വർത്തമാനം പറയുമ്പോൾ കൂടുതലുള്ളവർ ചിരിപ്പിക്കണ ആ ഒരു ടൈപ്പ് ഒരു തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു രീതിയിൽ തന്നെ ഞാൻ വീഡിയോയിലും പ്രസൻറ്റ് ചെയ്യുന്നു ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണുന്നവർക്കും ആ ഒരു രീതിയിൽ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്യണത് കേട്ടോ. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോറല്ലേ? നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന മാതിരി ഒരു രീതിയിൽ പറയുമ്പോഴാണല്ലോ പലർക്കും അത് ഇഷ്ടമാവുക. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യണത് കേട്ടോ. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറഞ്ഞ എന്തൊക്കെയാണ് പറഞ്ഞാവോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ ഇൻഡസ്വാലിൻ്റെ ചട്ടി വെച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാള അവിടെ വാടി വരുന്ന സമയം കൊണ്ട് മല്ലിച്ചപ്പും പുതിനയും ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇൻഡസ്വാലിൻ്റെ പാത്രത്തിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുള്ള് വീഡിയോ കാണാത്തോലേക്കാരാ ചോദ്യം ചോദിച്ചത്. എന്നാലും ഞാൻ പറയാം, ഈ ഒരു പാത്രവും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വഴുതനൊക്കെ ഫ്രൈ ചെയ്തൊരു പാത്രമില്ലേനോ, അതും കൂടി രണ്ടും പാടെ 2999. 3000 റുപ്യ. ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിങ്ങാനല്ല, നല്ല അടിപൊളി പാത്രമാണ്. അതിന് ഉള്ള വിലയുണ്ട് കേട്ടോ. 3000 റുപ്യ ഉണ്ട്. പക്ഷേ നിങ്ങൾ 3000 റുപ്യ നഷ്ടമാവില്ല എന്ന് ഞാൻ എന്തായാലും പറയുന്നുണ്ട്. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അടിയിൽ പിടിക്കണ പ്രശ്നമൊന്നുമില്ല. കാരണം 3 ലെയർ കോട്ടിങ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറയുന്ന ബുഷറ 12 എന്ന് പറഞ്ഞ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് കൂപ്പൺ കോഡൊക്കെ ഉണ്ടേ, അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ എന്തിനാ നിങ്ങൾ ഡിസ്കൗണ്ട് കളയണ്ടേ? നമ്മളെ പേരിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കോളേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിക്കോളി കേട്ടോ. ഈ 2 പാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ പാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ താഴെ കാണുന്ന ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കാര്യം ബിരിയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം പറയാൻ മറന്നിടുമോ? അത് സാരില്ല, നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ചേർത്തത് എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയലില്ലേ, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോഴും ഒരു എലിയാണ്, പുലി ആയിട്ടില്ല. കുക്കിങ് അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് കുക്ക് ചെയ്യുക, കുറേ സമയം എടുത്ത് കുക്ക് ചെയ്യുക, അങ്ങനെയൊന്നും വലിയ ഇഷ്ടമല്ലാന്നല്ല. നമ്മളിഷ്ടമല്ലേ ക്ലീനിങ്, അത് അവിടെ ഒതുക്കിയേക്കൽ ഇവിടെ ഒതുക്കിയേക്കൽ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ. പക്ഷേ എന്നൊന്നും അതിന് മൂട് കിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കും വേണ്ടേ. കുക്കിങ് ഇഷ്ടമല്ല വിചാരിച്ച് കണ്ട് പെരക്കാരെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അത് തീക്ക് ചേർത്ത് കൊടുത്തു. ഈ ഒരു സമയത്ത് ചേർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബീഫ് ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുരുമുളക് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി എന്നുള്ളത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മസാലയ്ക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഏതായാലും ഞാൻ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരടുപ്പത്ത് എന്താക്കണേ നമ്മുടെ ചോറും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയിട്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കലത്തിൽ അരിയൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. മസാലയും ഒരടുപ്പത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മസാല ഓൾറെഡി റെഡി ആയതാണ്, പക്ഷേ ബീഫും പിന്നെ മസാലയായിട്ട് ഒരു ലിങ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഒന്നിങ്ങനെ സിമ്മിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതാ ഒരു അടുപ്പത്ത് നമ്മുടെ സവോള ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നുമില്ല, പക്ഷെ എന്നാലും സവോള ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടടുപ്പത്തും തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് റണ്ണൗട്ടായത്. അപ്പം ഇനി ഗ്യാസ് കൂറ്റി മാറ്റി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് ഗ്യാസ് എത്ര മാസം നിൽക്കും എന്നുള്ളത്. ഇപ്പം അത് 1.5 മാസമേ നിന്നിട്ടുള്ളൂ കേട്ടോ. കാരണം അടുപ്പില്ലല്ലോ, ഫുള്ള് ഗ്യാസുമ്മലാണ് പരിപാടി. പിന്നെ പ്രാവശ്യം വേഗം കഴിയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കുടിരിക്കൽ എന്ന മഹാമഹം നടന്നത് ഈ ഗ്യാസും കുറ്റിമ്മലാണേ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്യാസല്ലേ.
അപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കല് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ കുഞ്ഞുട്ടിനെ തൊഴിലും കെടുത്തൽ ഇതിനൊക്കെ. പക്ഷെ പിന്നെ ഞാൻ പഠിച്ചു. അവനാന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തിനു വേറൊരാളെ ആശ്രയിക്കണം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ തോരടിച്ച കണ്ടില്ലേ, എന്നാലും ചിലർക്കൊക്കെ ഉണ്ടാകുമല്ലോ കെട്ടിയന്മാരെ കാണുമ്പോൾ പണിയെടുക്കാനൊരു മടി. അങ്ങനെ ഒരു ചെറിയ മടിയുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസൊക്കെ കത്തിച്ച് വീണ്ടും നമ്മുടെ ഇതൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. അപ്പം ഞാനിത് ദമ്മിടുകയാണ്. മസാല ഇതാ ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിരിക്കണം. കാരണം അതിൽ നമ്മുടെ ചോറൊക്കെ ഇട്ടിട്ട് ദമ്മിടല്ലേ നടക്കൂല. പിന്നെ ഞാനിതാ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുത്തത് ഞാനിതേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓട്ടക്കൊട്ട പ്ലാസ്റ്റിക്കിൻ്റെ ആണല്ലേ നിങ്ങൾ ചോദിക്കോ. നമുക്കൊരു ഓട്ടക്കൊട്ട വാങ്ങണം. പക്ഷെ ഞാനങ്ങനെ മറന്നിങ്ങനെ പെൻഡിങ്ങിലാക്കണതാണ്, മറക്കണതാണ്. വേറൊരു നമുക്ക് സ്റ്റീലിൻ്റെ ഓട്ടക്കൊട്ട വാങ്ങണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് സെറ്റാക്കണം. പിന്നെ വേറൊരു ഓട്ടക്കൊട്ട ഉണ്ട് കേട്ടോ, നമ്മുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് അയച്ചത്. പക്ഷേ അതിൽ അരി ഊറ്റാൻ പറ്റില്ല. കാരണം വലിയ ഹോളുകളാണ്, അരിയൊക്കെ അതിൽ ചാടിപ്പോവും. അങ്ങനെ ഞാൻ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞതും സവോള ഫ്രൈ ചെയ്തതും ഗരം മസാലയും പിന്നെ നമ്മുടെ നെയ്യും ഒക്കെ ഇട്ടിട്ട്, നമ്മുടെ ഫ്രൈ ചെയ്ത നെയ്യൊക്കെ ഇട്ടിട്ട് ഞാനത് ദമ്മിട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ ബ്ലോഗിലാണ് തോന്നുന്നുണ്ട് ദമ്മിട്ടപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകൂലേ എന്നുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഞാനതൊന്ന് ആ ചട്ടി ഒന്ന് ചൂടായി വരുന്ന വരെയാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കുക. കഴിഞ്ഞിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം ഓഫാക്കി വെക്കും. എന്നിട്ടൊരു 20 മിനിറ്റ് 25 സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിന് ശേഷമുള്ളൂ കേട്ടോ ദമ്മ് പൊട്ടിക്കുക. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിക്കണേ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തൈരും കൂടി ഉണ്ടാക്കിട്ടോ. ഇവിടെ തൈരിൻ്റെ ആൾ ഞാനും ഹജ്ജുമാണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് സൈഡിൽ അങ്ങോട്ട് അച്ചാർ വെച്ച് കഴിക്കും പോലെയല്ല, ആ മസാല എടുക്കണം അതേ അളവിൽ തൈരും വേണം. അങ്ങനെയാണ് ഞങ്ങളിവിടെ തൈര് കഴിക്കുക കേട്ടോ. പിന്നെ അതാ പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല എന്താ പറയുക, ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള മൂടൊക്കെ ഇങ്ങനെ പുറത്ത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിനി കേട്ടോ. ദമ്മ് വേഗം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നിയമോള് വിശക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ച് മസാലയൊക്കെ മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഓക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതേക്ക് കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ അതിൽ കിട്ടിയിട്ടില്ല, ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ ബീഫ് ബിരിയാണി നല്ല അടിപൊളിയായിനി എന്നൊക്കെ കുഞ്ഞുട്ടി പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായതുകൊണ്ട് പിന്നെ ഒന്നുകൂടി ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പം ഞാനതായ പാടന്നെ ഒരു വായ ഞാനും കഴിച്ചു നോക്കിനി. ഉണ്ടാക്കിയത് ഒന്ന് കഴിച്ചു നോക്കണമല്ലോ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നുള്ളത് അറിയാൻ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുട്ടിയും വിശക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. പിന്നെ കുഞ്ഞുട്ടീൻ്റെ തൊള്ളയിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം ഞാൻ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനടി മറുപടി വരും കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആളൊന്ന് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഒക്കെയാണ് കേട്ടോ പറയാ രസം ഉണ്ടേനി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇമ്മരപ്പടിമലാണ് കേട്ടോ ഇരിക്കണത്. അതിൽ പിന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞ് മാറ്റി ഇരുത്തിയിട്ടുണ്ടായിനി കേട്ടോ. നമ്മൾ വായിലിട്ട പാടന്നെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. ക്യാമറ വരുമ്പോൾ പിന്നെ വേഗം അങ്ങനെ പറയണല്ലോ, പിന്നെ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അടി തൊട കുളി തേവാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണത്. കാരണം എന്താ വെച്ചാൽ ബിരിയാണിയൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു മയക്കം പാസ്സാക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ പണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് അതിന് നടക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ഫുഡ് അടിയും കഴിഞ്ഞ് സമയം 2:30-3 മണിയാവാനായിരിക്കണം കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ ഉച്ച കഴിഞ്ഞ് നല്ലൊരു മഴയും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു മയക്കം മയങ്ങിയിട്ട് സമയം 5:30 എണീച്ചപ്പോൾ. അത് കഴിഞ്ഞ് നിസ്കാരം പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം എന്താ എങ്ങനെ ഇരുട്ടായി തുടങ്ങിയിരിക്കണേ. പിന്നെ വീഡിയോ എടുക്കണ കാര്യം, ഇന്ന് വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ മറന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ വരാം. നാളെ തന്നെ, നാളെ വന്നിട്ടില്ലെങ്കിൽ മറ്റന്നാൾ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമല്ലാണെങ്കിൽ തുടർന്ന് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ. മഴയൊക്കെ മിസ് ചെയ്യണവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഴ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറന്ന് കൂമൻ്റെ മാതിരി മൂളി അങ്ങോട്ട് പോയി.